നമസ്കാരം, എല്ലാവർക്കും വിജയരാജസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അവധി ദിവസമാണ്. അതായത് റംസാൻ്റെ അവധി നാളെയാണ്. ആക്ച്വലി ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാനും ഓഫീസിലെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. മുമ്പ് നമ്മൾ ഇതേപോലെ ട്രിപ്പ് പോയിട്ടുണ്ട്, അത് കോവളത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തുള്ള മൺറോ തുരുത്തിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കിനി രണ്ടുപേരെ കൂട്ടാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രണ്ടുപേരെ കൂട്ടിയിട്ട് വേണം നമുക്ക് ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അവിടെ രണ്ടുമൂന്ന് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പിക്ക് ചെയ്ത് നമുക്ക് നേരെ കൊല്ലത്തോട്ട് പോകാം. പിന്നെ ഇന്ന് പോകുന്നത് എൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി രാത്രിയെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോവാം. നമുക്ക് ആദ്യം അതിനെ നമുക്ക് പിക്ക് ചെയ്യാം. അതിനെ പിക്ക് ചെയ്തിട്ട് നേരെ രണ്ടാമത് അഖിൽ, പിന്നെ അത് കഴിഞ്ഞ് ഓഫീസിൽ രണ്ടുപേര് വരുന്നുണ്ട്. പിന്നെ കൊല്ലത്തുനിന്ന് നമ്മളൊരു ചേട്ടനും കയറും. അപ്പോൾ അവിടുന്ന് നമ്മളാണ് ട്രിപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എത്തിയിട്ടുണ്ട്. ചന്ദനക്കുറി തൊട്ടൊക്കെ വന്നൊക്കെയാണ്. നമ്മൾ ഈ പോകുന്ന ഈ ഒരു മൺറോ തുരുത്തിലെ ട്രിപ്പ് നമ്മൾ മുമ്പൊരിക്കൽ പ്ലാൻ ചെയ്തായിരുന്നു. ആ സമയത്തേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു അവധി 2-3 ദിവസം അടുപ്പിച്ച് കിട്ടിയ സമയത്താണ് നമ്മൾ ഇങ്ങനൊരു ട്രിപ്പ് നമ്മൾ വീണ്ടും റീപ്ലാൻ ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ഓഫീസെത്തി. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ചെന്ന് കൊല്ലത്ത് കണ്ണല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ജഫോ ചേട്ടൻ നിൽപ്പുണ്ട്. പുള്ളിക്കാരനെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് തുരുത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. മൺറോ തുരുത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 93 കിലോമീറ്ററോളം കവർ ചെയ്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മൺറോ തുരുത്തിലുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിലാണ്. ഈ ഒരു ടൂറിസ്റ്റ് ഹോമിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടൂറിസ്റ്റ് ഹോമിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രാൻഡ് പ്ലാസ ടൂറിസ്റ്റ് ഹോം എന്നാണ്. അപ്പോൾ ഇവിടെ ഫുഡ് അടക്കമാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. AC റൂമാണ് ബുക്ക് ചെയ്തത്. നമുക്ക് ഏകദേശം ഈ AC റൂമിനായിട്ടുള്ളത് 3150 രൂപയാണ് നമുക്ക് AC റൂമിന് ഇവിടെ ചാർജ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയറാണ്. പിന്നെ നമ്മൾ ഈ പോകുന്ന ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുമായിട്ട് കുളങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ഒരു കുളത്തിലൊക്കെ കരിമീനിനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കരിമീനിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുഡ് സെറ്റാക്കി തരുന്നുണ്ട്. ടോട്ടൽ ഇവിടെ 5 റൂമാണ് AC നോൺ AC ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഇവിടെ ഗസ്റ്റൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൺറോ തുരുത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോട്ട് സഫാരി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂറിസ്റ്റ് ഹോമിൽ തന്നെ ബോട്ട് പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ഏകദേശം 500 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ടോട്ടൽ നമ്മളൊരു 2 മണിക്കൂറോളം എടുത്തു. അങ്ങനെ 1000 റുപ്പീസാണ് നമുക്ക് അവിടെ ചിലവായത്, ബോട്ടിങ്ങിന് വേണ്ടി ചിലവായത്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബോട്ടിങ്ങിനായിട്ട് ഒരു ചേട്ടനെ പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ കൂടെയാണ് നമ്മുടെ ഇനി അടുത്ത യാത്ര. അപ്പോൾ നമ്മൾ ഈ കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മുടെ മൺറോ തുരുത്ത് കറങ്ങി കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിലോട്ടുള്ള കാഴ്ചയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളെല്ലാവരും വള്ളത്തിൽ കയറി. ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ആദ്യം മെയിനായിട്ട് പറഞ്ഞോളട്ടെ, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വേണം നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ കായലിലോട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ വരുന്ന എല്ലാ സവാരിക്ക് വരുന്ന ആൾക്കാർക്കും ലൈഫ് ജാക്കറ്റ് കൊടുത്താണ് അവർ ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. മൺറോ തുരുത്ത്
കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺറോ തുരുത്ത്. കൊല്ലം താലൂക്കിൽ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഈ പ്രദേശത്തിൻ്റെ ആകെ വിസ്തീർണം 13.37 ചതുരശ്ര കിലോമീറ്ററാണ്. കൊല്ലം ടൗണിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൺറോ തുരുത്തിലെത്താം. ഗ്രാമപഞ്ചായത്തിലെ ആകെ ജനസംഖ്യ 2011 സെൻസസ് പ്രകാരം 4636 പുരുഷന്മാരും 4963 സ്ത്രീകളും അടക്കം ആകെ 9599 പേരാണ്. തെങ്ങ്, നെല്ല്, മത്സ്യം ഇവയ്ക്കാണ് ഇവിടുത്തെ പ്രധാന കൃഷി. തെങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഇവിടെ ഉള്ളത്. കൃഷി, മത്സ്യബന്ധനം, കയറുപിരി, വിനോദസഞ്ചാരം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ഈ ദ്വീപിന് ഈ ഒരു പേര് ലഭിക്കാൻ കാരണം. മൺറോ തുരുത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വേറൊരു ദ്വീപും കൂടെ ഉണ്ട്. ആ ദ്വീപിൻ്റെ പേര് സാമ്പ്രാണിക്കൊടി എന്നാണ്. അപ്പോൾ സാമ്പ്രാണിക്കൊടിയുടെ ഈ ഒരു ദ്വീപിൻ്റെ കാര്യം നമ്മൾ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ഒരിക്കൽ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് പോലെയുള്ള ഹൗസ് ബോട്ടുകളും അവൈലബിൾ ആണ്. സാധാ അല്ലാതെ നോർമൽ വള്ളങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഹൗസ് ബോട്ടിന് കുറച്ച് എമൗണ്ട് കൂടുതലാവും. നമ്മൾ ഈ നോർമൽ വള്ളത്തിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ 1 മണിക്കൂറിന് ഏകദേശം 500 രൂപ വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ആകുന്നത്. പിന്നെ നമ്മളെ വള്ളം തുഴയുന്ന പുള്ളിക്കാരൻ ചേട്ടന് നമ്മൾ കുറച്ച് ക്യാഷ് അല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ചെറിയൊരു പുഴയാണ്. ഈ പുഴയിൽ കൂടെ സഞ്ചരിച്ചാണ് നമുക്ക് അഷ്ടമുടി കായലിലോട്ട് എത്താനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു വള്ളത്തിൽ പോയാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴിയിൽ കൂടെയൊക്കെ നമുക്ക് പോയി നമ്മുടെ മൺറോ തുരുത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് ഹൗസ് ബോട്ടൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വഴികളിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള വഴി കൂടെയൊക്കെ വന്നു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ട് പോകാമെന്നുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ചെറിയ പാലത്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ റോഡിൽ കൂടെ നമ്മുടെ ആന വണ്ടി പോകുന്നുണ്ട്. ചേട്ടാ പേരെങ്ങനെ ചേട്ടാ? പ്രസാദ്. ആണോ? കല്യാണത്തിന് സേവകരായിട്ടൊക്കെ അല്ലേ വെള്ളത്തില്? ഈ മൺറോ തുരുത്തിൻ്റെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ ടൂറിസത്തിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴികളിലൊക്കെ പല ടൂറിസ്റ്റ് ഹോമുകളും നമ്മുടെ കായലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ടൂറിസ്റ്റ് ഹോമുകൾ അങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എമൗണ്ട് കുറച്ച് കൂടുതലാവും. നമ്മൾ എടുത്തിരുന്ന ആ ഒരു ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നത് കായലിനോട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ടൂറിസ്റ്റ് ഹോമൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ വരുന്ന സമയത്ത് ഒരു 4500 രൂപയൊക്കെ നമുക്കൊരു റൂമിന് ചിലവാകും. നമ്മൾ വന്ന ദിവസം അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് നമ്മുടെ ഈ ഒരു മൺറോ തുരുത്തിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ മൺറോ തുരുത്തിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് മത്സ്യകൃഷിയും പിന്നെ തെങ്ങിൻ തോട്ടമൊക്കെയാണ്. അപ്പോൾ തെങ്ങിന് അനുയോജ്യമായ മണ്ണാണ് ഈ ഒരു മൺറോ തുരുത്തിലുള്ളത്. കൂടുതലും ചെമ്മീൻ കൃഷി, കരിമീൻ കൃഷി ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
നമ്മൾ ഇടേ സൈഡ് കാണുന്ന ഒരു കുഞ്ഞു വീടാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ബൈക്കും കാറൊന്നും ഈ ഒരു സൈഡിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവരുടെ ഗതാഗത സ്രോതസ്സ് എന്ന് പറയുന്നത് കുഞ്ഞു വള്ളങ്ങളാണ്. അപ്പോൾ ഇവിടെയുള്ള വീടുകളിലൊക്കെ മിക്കവാറുള്ള എല്ലാ വീടുകളിലും ഓരോ വള്ളങ്ങൾ വെച്ച് ഉണ്ടാവും. നമ്മുടെ ഈ മൺറോ തുരുത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ബോട്ടിംഗ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ വൈകിട്ട് 4:00-ക്ക് ശേഷം ഉള്ള ബോട്ടിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു മൺറോ തുരുത്തിൽ കൂടെയുള്ള ഈ ഒരു ബോട്ട് യാത്ര, ഈ വള്ളത്തിൽ കൂടെയുള്ള യാത്ര, നമ്മൾ ഈ വന്ന 7 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും മടുക്കത്തില്ല ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ചേട്ടാ അപ്പുറത്തൂടെ ഇറങ്ങിയ ഞാൻ തള്ളി മാറ്റി, എപ്പോഴേ മാറ്റി. ഒരുപാട് തള്ളല്ലേ. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു പുഴയിൽ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റായിട്ട് കയറി ചെല്ലുന്ന കായലെന്ന് പറയുന്ന അഷ്ടമുടി കായലാണ്. ഈ കാണുന്ന അഷ്ടമുടി കായലാണ്. ഇപ്പൊ കരയിട്ട് കൊടുത്താലും വെള്ളത്തിട്ടാലും എടാ അവൻ എവിടെ ആയാലും നീന്തോടാ ഇപ്പൊ ഈ കണ്ടിട്ട്. നമ്മളിപ്പോൾ അഷ്ടമുടി കായലിലാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പോലെ തന്നെ കുറേ പേര് ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ പേര് വന്നിട്ടുണ്ട്. ഈ ബോട്ടിങ്ങിന് ഏകദേശം 1 മണിക്കൂറിന് 500 രൂപ വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ആകുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര ആഴമായിരിക്കും, എടുത്ത് ചാടിക്കളയല്ല അവർ അവിടെ. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വള്ളങ്ങൾ അവിടെ നിർത്തിയിട്ടിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് താഴെ ഇറങ്ങി കുളിക്കുന്നവർക്ക് കുളിക്കാം. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം ആഴം കാര്യങ്ങളൊന്നുമില്ല.
അനുഭവം? സൂപ്പർ. ഫ്രഷായ കുളിച്ചിട്ട് അങ്ങനെ മൺറോ തുരുത്തിൻ്റെ പ്രധാന അട്രാക്ഷനായ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നിർത്തിയിരുന്നില്ലേ, അപ്പോൾ നമ്മുടെ നിതിനും കിരൺചേട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് കയറി. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കുറച്ച് ദൂരം സഞ്ചരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇടത് സൈഡിൽ 2-3 കടകൾ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടെ ഇറങ്ങി ഒരു ചായ കുടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വന്ന് തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൺറോ തുരുത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായ ഒരു ആർച്ച് പോലുള്ള ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൺറോ തുരുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആർച്ച് നമുക്ക് എല്ലാ വീഡിയോസിലും എല്ലാ ഫോട്ടോസിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഈ മൺറോ തുരുത്തിൻ്റെ ഈ ഒരു യാത്ര നമ്മൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ വന്ന 7 പേര് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു യാത്ര ആക്ച്വലി മൺറോ തുരുത്തിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ജഫോ ചേട്ടൻ പുള്ളിക്കാരൻ്റെ വീട് കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ബാക്കി 6 പേരും ആദ്യമായിട്ടാണ് ഈ ഒരു മൺറോ തുരുത്തിലോട്ട് വരുന്നത്. നമ്മുടെ മൺറോ തുരുത്തിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഗ്രീൻലാൻഡ് റിസോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.